ഹായ് ഡിയേഴ്സ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ അംഗനവാടിയിൽ പോക്കാട്ടാ. അംഗനവാടിയിൽ ഇന്ന് പ്രവേശനോത്സവം. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും പ്രവേശനോത്സവത്തിന് ഓരോ ഫുഡെല്ലാം ഉണ്ടാക്കി കൊണ്ടുപോയി അവിടെ നിന്ന് എല്ലാവരും ഭക്ഷണം കഴിച്ച് അങ്ങനെയാണ് നമ്മളിപ്പോൾ ആഘോഷിക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ പുളിയിഞ്ചി ഉണ്ടാക്കി, അത് എടുക്കാൻ മറന്നുപോയി. പിന്നെ ആപ്പി പപ്പടം ഉണ്ടാക്കി, പിന്നെ അഞ്ചു പിന്നെ കായ് വറുത്ത് അതെല്ലാം കൊണ്ടുവന്ന്. അപ്പോൾ നമ്മൾ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പം നടന്ന് പോക്കാന്ന് മൂന്ന് രീതിക്ക് നടന്നു പോകുന്നു. അപ്പോൾ കുറച്ച് കയറ്റമുണ്ട്. അപ്പോൾ അതിങ്ങനെ കയറിക്കൊണ്ട് അംഗനവാടി എത്തി. അപ്പോഴത്തേക്ക് നമ്മൾ എത്തുമ്പോഴത്തേക്ക് തന്നെ 12 കഴിഞ്ഞ്. അപ്പോഴത്തേക്ക് തുടങ്ങി ഏകദേശം കഴിയാനായിന് പരിപാടി. അപ്പോൾ ഓരോരുത്തർ സംസാരിച്ച് ഏകദേശം കഴിയാനായിട്ടുണ്ട്. ഇനി ഇന്ന് ആശംസയും നന്ദി പ്രകടനമായിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കാണ് നമ്മൾ എത്തിയത്. പിള്ളേരെയും കൊണ്ട് എത്തണ്ടേ. അപ്പോൾ അത് പാപ്പി എന്തെല്ലോ സംസാരിക്കുന്ന ആശംസയെല്ലാം പറയുന്നതാണ്. അപ്പം നന്ദി ബേബീച്ച് പറയുന്നുണ്ട്. എല്ലാം നമുക്ക് അറിയുന്ന ആൾക്കാരാട്ടെ. നമ്മളെ അടുത്തുള്ള അംഗനവാടിയാകുമ്പോൾ അറിയുന്ന ആൾക്കാരാവുമല്ലോ. അപ്പോൾ ഏകദേശം എല്ലാവരെയും അറിയുന്ന. പിന്നെ ഇനി ഇപ്പം സ്കൂളിലേക്ക് മാറിയ പിള്ളേർക്കെല്ലാം സമ്മാനദാനം കേട്ടോ. അപ്പോൾ അതിൽ സ്കൂളല്ലാത്ത കുറച്ച് ആൾക്കാർ 2-3 ആൾക്കാർ പുതിയ വന്നതുകൊണ്ട് പിന്നെ കുറേ ആൾക്ക് കൊടുക്കാൻ പറ്റാത്തുണ്ട്. ഇവർക്ക് ഇന്ന് സ്കൂൾ ഉണ്ടായിട്ടില്ല. അമ്പാടിക്കും ഇവനൊന്നും അടുത്ത സ്കൂൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ അവരെല്ലാം വന്നിന്. അപ്പോൾ വേറെ സ്കൂളെല്ലാം ചേർന്ന ആൾക്കാർ വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെയും കുറേ ട്രോഫി അവിടെ ഉണ്ടായിന്. അപ്പം അങ്ങനെയെല്ലാം ഓരോരുത്തർക്കും നമ്മുടെ അമ്പാടിക്ക് സമ്മാനം കൊടുക്കുന്ന കേട്ടോ. നല്ല സന്തോഷത്തോടെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ സമ്മാനം ദാനം ചെയ്യുന്നു. സമ്മാനദാനം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ താനിക്ക് കിട്ടിയത് ക്രയോൺസ് ആട്ടോ കിട്ടിയത്. ഇവരെ തന്നെ വനിതാ വേദീൻ്റേത് ഒരു ക്രയോൺസ് എപ്പോൾ എല്ലാ കൊല്ലവും വനിതാ വേദീൻ്റെ വക ഒരു ക്രയോൺസ് ഉണ്ടാവും. അപ്പോൾ അത് ഉണ്ടായിന്. ഇപ്പോൾ പുതിയ കുട്ടികളെ അന്ന് ഒരാൾ മാത്രമേ പുതിയതായിട്ട് വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഓരോ നമ്മൾ ബർത്ത്ഡേക്ക് അനുസരിച്ചിട്ടല്ലേ വരിക. അപ്പോൾ ഇവനാ വന്ന് പുതിയ കുട്ടി അന്ന് ജോയിൻ ചെയ്തത്. ഇത് സംഭവം എന്ന് വെച്ചാൽ ജൂൺ 3 ഞാനിപ്പോൾ എടുക്കുന്നത് ജൂൺ 20 വീഡിയോ എടുക്കും. അപ്പോൾ നമ്മൾ സാമ്പാർ മാത്രം പുറത്തുനിന്ന് വാങ്ങിന്. ബാക്കിയെല്ലാം ചോറും ബാക്കി എല്ലാ കൂട്ടാരും നമ്മൾ ഓരോരുത്തർ ഉണ്ടാക്കിന്. പിന്നെ പാൽപ്പായസം ഉണ്ടായിന്. എല്ലാം ഓരോരുത്തർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നു. സാമ്പാർ ആരുണ്ടാക്കാനില്ലാത്തതുകൊണ്ട് സാമ്പാർ പുറത്തുനിന്ന് ഉണ്ടാക്കുന്നവരെ കൊണ്ട് ഉണ്ടാക്കിച്ചത് കേട്ടോ. അപ്പോൾ ഷൈജേച്ചി, നമ്മുടെ സ്വന്തം ഷൈജേച്ചി സമ്മാനദാനം കൊടുക്കാൻ, അതായത് ക്രയോൺസ് കൊടുക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉണ്ട് കേട്ടോ ക്രയോൺസ്. ചെറിയ കുട്ടികൾക്കും താനിയൊന്നും അംഗനവാടിയിൽ എത്താനായില്ല, 2.5 വയസ്സായതിനേ ഉള്ളൂ. പക്ഷെങ്കിൽ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഓരോ അംഗനവാടിയിലും പല തരത്തിലാണ് ഉണ്ടാകുക. നമ്മൾ അംഗനവാടിയിൽ എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാകുക. എല്ലാവരും കൂടിയിട്ട് ഭക്ഷണം വെക്കും. എല്ലാവരും കൂടി ഓണത്തിനും അതേപോലെ തന്നെ എല്ലാവരും ഫുഡ് ഉണ്ടാക്കിയിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് ഷെയർ ചെയ്ത് കഴിക്കുക ചെയ്യുക. ഒരു ഓണസദ്യ പോലെ. അതേപോലെ തന്നെയാണ് ഇന്നും ഓണസദ്യ രൂപത്തിൽ ഓരോരുത്തർ പറയുന്നു ബിരിയാണി ഉണ്ട്, അപ്പുറത്ത് എല്ലാം ബിരിയാണി എന്നെല്ലാം പറയുന്നുണ്ട്. നമ്മളെപ്പോൾ ഇങ്ങനെ തന്നെ സദ്യ. പക്ഷേ നല്ല ടേസ്റ്റ് വന്നു. എല്ലാവരും വെറൈറ്റി സാധനങ്ങൾ കഴിച്ച് വലിയ അമ്മമ്മമാരും ഉണ്ടാക്കുക. മൊത്തം അംഗനവാടിൻ്റെത് കുട്ടികളെ മാത്രമല്ലല്ലോ, മുതിർന്നവരുണ്ട്, 60 വയസ്സിന് കഴിഞ്ഞവരുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി സംഘടിപ്പിച്ചിട്ട് ഉള്ളതാട്ടോ. ഇപ്പോൾ വയസ്സായ കുറേ ആൾക്കാർ നിങ്ങൾക്ക് കാണാം. നമ്മളെ താനിക്ക് സമ്മാനം കൊടുക്കുന്നതാണ്. അതിന് അമ്പാടി ഇങ്ങനെ വലിച്ച് കൊണ്ടുവന്ന. അപ്പോൾ ഓരോരുത്തർക്കായിട്ട് സമ്മാനമെല്ലാം കൊടുത്ത് ഇനി ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ നോക്കണം. എല്ലാം സെറ്റാക്കി വെച്ച്. എൻ്റെ ഇപ്പോൾ ഇവിടെ കസേരക്കടിയാണ് അടി. ഒക്കെ ചുവപ്പ് കസേര തന്നെ വേണം, മറ്റോനും ചുവപ്പ് കസേര വേണം. അങ്ങനെ അവിടെ അടിയാണ്. അതിൻ്റെ മോള് അതിൻ്റെ മേലക്കേരി നിന്നിട്ട് വെക്കുന്നു. അപ്പോൾ ഇത് എൻ്റെ അനിയത്തിൻ്റെ മോളാട്ടോ. 3 കുട്ടികളായി, 2 ആൺപിള്ളേരും 3
പെൺകുട്ടീന്ന് വെച്ച ജീവന്. അങ്ങനെ 3ാമത്തെ പെൺകുട്ടിയായി സുന്ദരി മോൾ. താനീത മുന്തിരിക്കൊല്ലെല്ലാം പിടിച്ച് കളിക്കുന്ന. അപ്പോൾ ചോറിൻ്റെ സെറ്റപ്പ് ആക്കുമ്പോഴത്തേക്ക് ഗംഭീര മഴ. അപ്പോൾ എല്ലാവരും സദ്യ കഴിക്കേണ്ട തിരക്കാണ്. ഇവിടെ എനിക്ക് ഒരാളെ ഭയങ്കര ഇഷ്ടമായി സദ്യ കഴിക്കുന്നു. കണ്ട എൻ്റെ കുഞ്ഞുമോനെ, എൻ്റെ അനിയത്തിൻ്റെ മോനാട്ടാ. എന്ത് രസമാണെന്ന് കഴിക്കുന്നതാണ്. ഞാൻ അവളോട് ചോദിച്ചു, ബാക്കി എല്ലാവരും അങ്ങനെ തിന്നൊന്നുമില്ല. ഞാൻ അവളോട് ചോദിച്ചിരുമ്പോൾ 2ാമത്തെ ഓനൊറ്റക്ക് തിന്നു. സമൃദ്ധമായ ഫുഡെല്ലാം കഴിച്ച് ഞാൻ പായസം കുടിക്കില്ല. പാൽപ്പായസമാണ്. ഞാൻ പാൽപ്പായസം കുടിച്ചിട്ടില്ല. ബാക്കിയെല്ലാം ഏകദേശം ടേസ്റ്റ് നോക്കി എല്ലാം നല്ല ടേസ്റ്റ്. അപ്പോൾ കുറേ സമയം അംഗനവാടിയിലിരുന്ന് കഥയെല്ലാം പറഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോക്കായി. താൻ സ്പീഡിൽ നടക്കുന്ന. നേരത്തെ മഴയിൽ ഫുള്ളിങ്ങനെ മഴ പെയ്ത് റോഡെല്ലാം നനഞ്ഞു. അപ്പോൾ അത്രയൊക്കെ കേട്ടല്ലോ ഇന്നത്തെ വീഡിയോ.